പാലക്കാട് MLA ആയി രാഹുൽ മാങ്കൂട്ടത്തിൽ തുടരേണ്ട എന്ന നിലപാടിലാണ് ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾ. DCC ജനറൽ സെക്രട്ടറിയും INTUC നേതാക്കളും ഉൾപ്പെടെ രാജി ആവശ്യം പരസ്യമാക്കി കഴിഞ്ഞിട്ടുണ്ട്. രാഹുൽ കരുതൽ പാലിക്കണമായിരുന്നു എന്ന വിമർശനവുമായി DCC പ്രസിഡന്റ് A തങ്കപ്പനും രംഗത്ത് വന്നു. അതിനിടെ രാഹുലിനെ സംരക്ഷിക്കുന്ന നിലപാട് മയപ്പെടുത്തുന്നതായിരുന്നു K മുരളീധരന്റെ ഇന്നത്തെ പ്രതികരണം. പാലക്കാട്ടെ കോൺഗ്രസ് പാർട്ടിയിലും രാഹുലിനുള്ള പിന്തുണ കുറഞ്ഞു വരികയാണ്. അദ്ദേഹവുമായി ചേർന്ന് നിൽക്കുന്ന കുറച്ച് ആളുകൾ മാത്രമേ ഇപ്പോൾ രാഹുലിനെ പിന്തുണയ്ക്കുന്നുള്ളൂ. കഴിഞ്ഞ ദിവസം അടൂരിലെ രാഹുലിന്റെ വീട്ടിൽ ആ നേതാക്കൾ എത്തുകയും കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതാക്കൾ രാഹുലിനെ കാര്യങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് പല നേതാക്കളും രാഹുലിന്റെ വലിയ വിയോജിപ്പാണുള്ളത്. രാജിവെക്കണം, മുഖം രക്ഷിക്കണം എന്നുള്ള നിലപാടൊക്കെ തന്നെയാണ് ഭൂരിപക്ഷം നേതാക്കൾക്കും. അതിൽ ചില പ്രതികരണങ്ങൾ പുറത്തു വരികയും ചെയ്തു. DCC ജനറൽ സെക്രട്ടറി VK ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പങ്കുവച്ചത് രാഹുൽ രാജിവെക്കണം, അഗ്നിശുദ്ധി തെളിയിച്ച ശേഷം തിരികെ വരണമെന്നാണ്. ഇത്തരത്തിൽ മറ്റു പാർട്ടിക്കാർ എന്ത് ചെയ്തു എന്നുള്ളത് നോക്കുകയല്ല, നമ്മുടെ പാർട്ടിക്ക് കോൺഗ്രസിന് എന്ത് ചെയ്യാൻ കഴിയും അതാണ് ചെയ്യേണ്ടത്, മാതൃക കാണിക്കണം തുടങ്ങിയ നിലപാടുകളുമായി രംഗത്ത് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള ഫേസ്ബുക്ക് കുറിപ്പുകൾ പലരും പങ്കുവയ്ക്കുമ്പോഴും DCC പ്രസിഡന്റ് A തങ്കപ്പൻ പറയുന്നത് അത്തരത്തിലൊരു ആവശ്യം പാർട്ടിയിലില്ല എന്നുള്ളതാണ്. DCCക്ക് അത്തരത്തിലൊരു നിലപാടില്ല എന്നുള്ളതാണ്. പരോക്ഷമായി രാഹുലിനെ വിമർശിക്കുന്നുണ്ട് എങ്കിൽ കൂടി രാഹുലിന്റെ രാജി എന്നുള്ളത് DCC പ്രസിഡന്റ് ആവശ്യപ്പെടുന്നില്ല. അദ്ദേഹം വ്യക്തിപരമായിട്ട് ഫേസ്ബുക്കിൽ പറഞ്ഞാൽ അതിലങ്ങനെ ഒരു ഇതായിട്ട് കണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് സ്ഥാനം ഇല്ലല്ലോ. ഈ പറഞ്ഞാള് ഒരു സ്ഥാനം ഇല്ലാത്തൊരു പ്രവർത്തകരാണ്. ഇതിനേക്കാൾ ഉന്നത നേതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായം പറയാറില്ല. ഇതൊരു കണക്കാക്കേണ്ട കാര്യം. മുരളീധരനും രാഹുലിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരികയുണ്ടായി. കഴിഞ്ഞ ദിവസം രാഹുലിനെ പിന്തുണച്ച അപൂർവം ചില നേതാക്കളിൽ ഒരാളാണ് മുരളീധരൻ. അദ്ദേഹം പക്ഷേ ഇന്ന് രാഹുലിനെ എതിർക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. നമുക്ക് ആർക്കും ആരെക്കുറിച്ചും മുൻകൂട്ടി ഒരു ധാരണയ്ക്കുള്ള സാധ്യതകളില്ല. ഈ പറഞ്ഞ പോലെ പലർക്കും പല അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക? അതൊക്കെ ഈ രോഗം പുറത്തു വരുമ്പോഴല്ലേ അറിയുള്ളൂ. ഇപ്പം ഇവിടെ ഇതുവരെയായിട്ട് ആരും ഒരു പരാതി ഔദ്യോഗികമായിട്ട് നൽകിയിട്ടില്ല. പക്ഷെ ഏതായാലും പാർട്ടി ഇക്കാര്യം വളരെ ഗൗരവത്തിൽ കാണുന്നുണ്ട്. എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് പാർട്ടി ഒരു നടപടി സ്വീകരിക്കും. രാഹുൽ ഏതായാലും പാലക്കാട്ടേക്ക് തിരികെ വരുമ്പോൾ വലിയ പ്രതിഷേധം നേരിടേണ്ടി വരുമെന്നുള്ളത് ഉറപ്പാണ്. CPM-ഉം BJP-യും വലിയ പ്രതിഷേധങ്ങളാൽ അദ്ദേഹത്തിൻ്റെ പൊതുയോഗങ്ങളെ ഏതായാലും മുക്കിക്കളയുമെന്നുള്ളതും ഉറപ്പാണ്. മാത്രവുമല്ല, ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം തിരികെ വരുന്നത് വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കുമെന്നുള്ള വിലയിരുത്തലും കോൺഗ്രസിനുണ്ട്.